ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ശാരദാമ്മ ശാലിനിയോട് മോളെ കുറിച്ച് അന്വേഷിക്കുന്നു. ഉടനെ ശാലിനി കാറിനരികിലേക്ക് ചെന്ന് മോളെ സത്യഭാമേ എന്ന് വിളിച്ചു. ഉടനെ തന്നെ കുഞ്ഞ് കാറിന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു. ശാലിനിയെ സത്യഭാമ എന്ന് വിളിച്ചത് കേട്ട് എല്ലാവരും ആകാംക്ഷയോടെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ശാലിനിയുടെ മകളെ കാണുവാനായുള്ള മുഖത്തോടെ എല്ലാവരും അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ മകള് വേഗം കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ആ കാഴ്ച കണ്ട് എല്ലാവരും അതിശയത്തോടെ നോക്കി. മോളുടെ മുഖം ഒന്ന് കാണാനായി ആകാംക്ഷയോടെ ഏവരും കാത്തിരിക്കുമ്പോൾ ആ കുഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പുഞ്ചിരിയോടെ എല്ലാവരെയും നോക്കി. ആ കാഴ്ച കണ്ട് ശാരദാമ്മ അതിശയത്തോടെ നോക്കി നിന്നു. മോളെ എന്ന് വിളിച്ചുകൊണ്ട് കുഞ്ഞിനോട് ശാരദാമ്മ അരികിലേക്ക് ഓടിച്ചെന്ന് ശാരദാമ്മയുടെ പൊന്നുമോളെ എന്ന് വിളിച്ച് കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു. ഉടനെ ശാരദാമ്മ കുഞ്ഞിനെ വളരെ സ്നേഹത്തോടെ കുഞ്ഞിന്റെ കവിളത്ത് മാറി മാറി ഉമ്മ കൊടുത്തു. ശാരദാമ്മയുടെ പൊന്നുമുത്തേ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ കൊഞ്ചിക്കുമ്പോൾ അരികിൽ നിന്നിരുന്ന ശാരിക മോളെ അരികിലേക്ക് ചേർത്ത് നിർത്തി മാറി മാറി കവിളത്ത് ഉമ്മ കൊടുക്കുന്നു. ഉടനെ മോള് എല്ലാവരെയും നോക്കി അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ കുറുമാഷ് അരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു, മോൾക്ക് എന്നെ മനസ്സിലായോ? അപ്പോഴേക്കും ഉടനെ മോള് പറഞ്ഞു, പിന്നെ കുറുപ്പുമാഷല്ലേ എന്ന് ചോദിച്ചു. ഉടനെ ശാരദാമ്മയും മറ്റെല്ലാവരും അതിശയത്തോടെ നോക്കുമ്പോൾ അതെങ്ങനെ മോൾക്ക് എന്നെ അറിയാവുന്നത് എന്ന് ചോദിച്ചു. ഉടനെ ശാലിനി പറഞ്ഞു, അതെ, കുറുപ്പുമാഷിനെ കുറിച്ച് അമ്മ എപ്പോഴും പറയാറുണ്ട്. അത് മാത്രമല്ല, മാഷിന്റെ ശബ്ദത്തെക്കുറിച്ചും പറയാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടു. അത് കേട്ടതോടെ ശാരികയും ശാരദാമ്മയും ഒക്കെ കുറുപ്പുമാഷിനെ കുറിച്ച് സംസാരിച്ചതിന്റെ അതിശയത്തങ്ങ് നിൽക്കുമ്പോൾ ശാന്തേച്ചി ചോദിച്ചു, എന്നാ പറ, ഞാൻ ആരാണ്? ഉടനെ ശാന്തേച്ചി നോക്കിയിട്ട് പറഞ്ഞു, ഇത് ശാന്തി അല്ലേ, ഇത് ശാന്തയാന്റി, ഇത് എനിക്കറിയാം, ശങ്കരനങ്കിള്, ഈ നിൽക്കുന്നതാണ് ശാരികാമ്മ അല്ലേ എന്ന് ചോദിച്ച് എല്ലാവരെയും മോള് കാര്യമായി പരിചയപ്പെട്ടു. എല്ലാവരും അവർ ഓരോരുത്തരുടെയും പേരുകളൊക്കെ വിശദമായി മോള് പറയുന്നത് കേട്ട് അതിശയത്തോടെ മോളെ ചേർത്ത് പിടിച്ചു. അപ്പോഴേക്കും ശാരദാമ്മയുടെ അരികിലേക്ക് ഓടി വന്ന്, ഇത് എൻ്റെ സ്വന്തം അമ്മമ്മ എന്ന് പറഞ്ഞ് ശാരദാമ്മയെ കെട്ടിപ്പിടിച്ചു. ശാരദാമ്മ അതിശയത്തോടെ മോളെ ചേർത്ത് പിടിച്ച് അങ്ങനെ കൊഞ്ചിച്ചുണങ്ങാൻ നിൽക്കുമ്പോൾ ഉടനെ ശാലിനി പറഞ്ഞു, ഇവിടെയുള്ള എല്ലാവരെയും അവൾക്കറിയാം എന്ന് അറിയിച്ചു. ഇത് കേട്ട ഉടനെ ഞാൻ ഇനി കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാകും. ഇനി പരാതിയും എല്ലാവരുടെയും പരിഭവങ്ങളും ഒക്കെ ഓരോ ദിവസങ്ങൾ കഴിയും തോറും, അല്ലെങ്കിൽ ഇവിടെ ഞാനുള്ള ദിവസങ്ങളിൽ എല്ലാവർക്കും എന്നോട് വന്ന വിശേഷങ്ങൾ പറയുന്ന എനിക്ക് യാതൊരു വിരോധവുമില്ല. ഞാനും മോളും ഇനി കുറെ നാൾ ഇവിടെ ഉണ്ടാകും എന്ന് ശാലിനി അറിയിച്ചു. അതിനുശേഷം ശാരദാമ്മ ശാലിനിയെയും മോളെയും കൂട്ടിക്കൊണ്ട് വേഗം പോകാൻ തുടങ്ങുമ്പോൾ ശാരദാമ്മയോടും മറ്റെല്ലാവരോടുമായി ശാലിനി പറഞ്ഞു, എനിക്ക് ഒരാളെ കൂടി കാണാനുണ്ട്. ആ ഒരു വാക്ക് കേട്ടതോടെ എല്ലാവരും അതിശയപ്പെട്ടു നോക്കുമ്പോൾ മകളെയും കൂട്ടി ശാലിനി അകത്ത് റൂമിൽ കിടക്കുന്ന ഗോപാലകൃഷ്ണന്റെ അരികിലേക്ക് വന്നു. ശാരദാമ്മ ശാലിനിയെയും കൂട്ടി അവിടെ റൂമിലേക്ക് വന്നതും ശാലിനി വേഗം അവിടെ ചികിത്സയിൽ കഴിയുന്ന ഗോപാലകൃഷ്ണൻ അരികിലേക്ക് എത്തി. മോളെയും കൂട്ടി ശാലിനി അരികിലേക്ക് വന്നതും, അതേ, മോൾക്ക് എന്നെ അറിയാവോ എന്ന് ഗോപാലകൃഷ്ണൻ മോളെ ചേർത്ത് പിടിച്ച് ചോദിച്ചു. മോളോടി വന്ന് ഗോപാലകൃഷ്ണൻ ഉമ്മ കൊടുത്തിട്ട് പറഞ്ഞു, എനിക്കറിയാം, എൻ്റെ അപ്പൂപ്പനല്ലേ എന്ന് ചോദിച്ചു. ആഹാ, പൊന്നുമോൾക്കെല്ലാം അറിയാമല്ലോ എന്ന് ചോദിച്ച് ഗോപാലകൃഷ്ണൻ വിശേഷം അന്വേഷിച്ചു. മോൾക്ക് എങ്ങനെ അറിയാം എന്ന് ചോദിച്ചപ്പോൾ അമ്മ എന്നോടെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്, എനിക്കറിയാം മുത്തച്ഛനെ എന്ന് പറഞ്ഞു. എല്ലാം കേട്ടതോടെ ഗോപാലകൃഷ്ണനോട് കുഞ്ഞു ചോദിച്ചു, അല്ല മുത്തച്ഛൻ മുത്തച്ഛൻ യാത്രയ്ക്ക് പോകുന്നില്ലേ? മുത്തച്ഛന്റെ യാത്രയൊക്കെ തീർന്നോ എന്ന് ചോദിച്ചതും ഉടനെ ഗോപാലകൃഷ്ണൻ പറഞ്ഞു, അതേ മോളെ, എൻ്റെ യാത്ര ഇവിടം കൊണ്ട് അവസാനിച്ചു. ഞാൻ ഹരിദ്വാറിലും രാമേശ്വരത്തും കൈലാസിലുമൊക്കെ തേടി അലഞ്ഞത് ഈശ്വരനെയായിരുന്നു. എന്നാൽ അവസാനം ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കാനായിരുന്നു എൻ്റെ നിയോഗം. ഈ കിടക്കയിൽ കിടന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, ഈശ്വരനെ തേടി എങ്ങും പോകേണ്ടതില്ല, എവിടെയും അലയേണ്ടതില്ല, ഈശ്വരൻ നമ്മളുടെ ഉള്ളിൽ തന്നെയാണുള്ളത് എന്ന്. ഇപ്പോ ഈ കിടക്കയിൽ ശാരദയ്ക്ക് ഒരു ഭാരമായി ഇങ്ങനെ ഇവിടെ കിടക്കുമ്പോൾ ഇത്രയും നാളും ഓടി നടന്നതും ഇത്രയും നാളും ചിരിച്ച് കളിച്ച് നടന്നതുമൊക്കെ ഇവിടെ ഇങ്ങനെ ഈ കിടക്കയിൽ വന്ന് കിടക്കാനായിരുന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് സങ്കടം എന്ന് ഗോപാലകൃഷ്ണൻ പറയുമ്പോൾ ഉടനെ ശാരദാമ്മ പറഞ്ഞു, കണ്ടില്ലേ മോളെ, ഈ വാദം എന്ന് പറയുന്നത് അത്ര വലിയ പ്രശ്നമൊന്നുമല്ല. ഞാൻ എത്ര തവണ പറഞ്ഞെന്നറിയോ? അത് മാത്രമല്ല, ഇപ്പോ ഈ വാദത്തിന് അന്ന് നാരായണൻ കണിയാരുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരാഴ്ചത്തെ തിരുമലും ചികിത്സയും കൊണ്ട് ഈ രോഗം വേഗം ഭേദമാകുമായിരുന്നു എന്ന് ശാരദാമ്മ അറിയിച്ചു. അതെല്ലാം കേട്ടതും ഗോപാലകൃഷ്ണൻ പറഞ്ഞു, അതെ, ഇനിയിപ്പോ ഞാൻ നടക്കണമെന്നൊന്നും എനിക്ക് വലിയ നിർബന്ധമില്ല.
ഞാൻ നടക്കുന്നത് എൻ്റെ മക്കളുടെ കാലിലൂടെയാണ്. ഇനി ഈ ഗോപാലകൃഷ്ണൻ നടക്കുന്നത് കണ്ടില്ലേ? എൻ്റെ പൊന്നുമോള് ഇപ്പോ കളക്ടറായി ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇത് ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നില്ലേ ശാരദേ, നിന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞു. അന്ന് ഗോപാലകൃഷ്ണൻ രാജേശ്വരി വിവാഹം കഴിച്ചിട്ട് അന്ന് വെല്ലുവിളിയൊക്കെ ഉയർത്തി അന്ന് ഗോപാലകൃഷ്ണൻ ശാരദാമ്മയോട് പറഞ്ഞത്, എനിക്ക് ഇവിടെ ജനിക്കാൻ പോകുന്ന എൻ്റെ മകനെ നിങ്ങളെക്കാളൊക്കെ ഉയരത്തിൽ പറക്കുന്ന കളക്ടറാക്കും ഞാൻ എന്ന് ഗോപാലകൃഷ്ണൻ അന്ന് വെല്ലുവിളിച്ചപ്പോ ശാരദാമ്മ തന്റെ കരുത്തിൽ കിടന്ന താലി ഉയർത്തി, പെൺമക്കളെ കൊണ്ടും എന്തും സാധിക്കുമെന്ന് ഞാൻ കാണിച്ചു തരുമെന്ന് അന്ന് ശാരദാമ്മ വെല്ലുവിളിച്ചതും വിവാഹം കഴിഞ്ഞ് ആ ക്ഷേത്രമുറ്റത്ത് നിന്ന് ഗോപാലകൃഷ്ണന് നേരെ ആ നിലത്ത് കിടന്ന ഒരു കല്ലെടുത്ത് ശാലിനി വലിച്ചെറിഞ്ഞതും ഒക്കെ ഗോപാലകൃഷ്ണൻ ഓർമ്മിച്ചു. അതിനുശേഷം ഗോപാലകൃഷ്ണൻ ശാലിനിയെ നോക്കി പറഞ്ഞു, മോളെ, നീ എറിഞ്ഞ അന്നത്തെ ആ മുറിവ് അതിപ്പോഴും എന്റെ നെറ്റിയിൽ തന്നെ ഉണ്ട് കേട്ടോ എന്ന് ഗോപാലകൃഷ്ണൻ അറിയിച്ചതും ഉടനെ ശാലിനി വിഷമത്തോടെ ഗോപാലകൃഷ്ണന്റെ കാലിലേക്ക് ചെന്ന് ആ കാലിൽ കെട്ടിപ്പിടിച്ച് ശാലിനി ആ കാൽച്ചുവട്ടിൽ ഇരുന്നുകൊണ്ട് മാപ്പ് എന്ന് ഗോപാലകൃഷ്ണനോട് ശാലിനി പറയുന്നു. അത് കേട്ട ഉടനെ ഗോപാലകൃഷ്ണനാകെ ഞെട്ടലോടെ ശാരദാമ്മയെ നോക്കി, ശാരദയെ അവളെ പിടിച്ചു മാറ്റ് എന്ന് ശാരദാമ്മയോട് ഗോപാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. ശാലിനി ഗോപാലകൃഷ്ണന്റെ കാൽച്ചുവട്ടിലിരുന്ന്, ഇപ്പോഴെങ്കിലും ഞാൻ ഈ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഈ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് സമാധാനം കിട്ടില്ല എന്ന് ശാലിനി ഗോപാലകൃഷ്ണനോട് പറഞ്ഞു. ഇത് കേട്ട ഉടനെ ഗോപാലകൃഷ്ണൻ പറഞ്ഞു, ഈ മോളെ, ഞാൻ അങ്ങനെ പറഞ്ഞത് വെറുതെ ഒരു തമാശയ്ക്ക് ഞാൻ പറഞ്ഞതാണ്. അത് നീ ഇത്ര കാര്യമാക്കേണ്ടതുണ്ടായിരുന്നോ എന്ന് ഗോപാലകൃഷ്ണൻ ശാലിനിയോട് അറിയിച്ചു. ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് ഗോപാലകൃഷ്ണൻ ശാലിനിയോട് പറയുമ്പോൾ ശാലിനി ആകെ വിഷമത്തോടെ ഗോപാലകൃഷ്ണനെ നോക്കി. ഉടനെ ശാരദാമ്മയോട് ഗോപാലകൃഷ്ണൻ പറഞ്ഞു, കണ്ടില്ലേ ശാരദേ, എന്തൊക്കെയാ ഈ പറയുന്നതെന്ന് എന്ന് ചോദിച്ചതും ഗോപാലകൃഷ്ണൻ പറഞ്ഞു, സത്യത്തിൽ ഞാനും ഇതൊക്കെ ആലോചിക്കുന്നത്. നമ്മൾ ആരോടൊക്കെ വെല്ലുവിളിച്ചു, ആരോടൊക്കെ പക മനസ്സിൽ കൊണ്ടു നടന്നു, ആരെയൊക്കെ ശത്രുക്കളായി നമ്മൾ കരുതി, ആരോടൊക്കെയുള്ള വിദ്വേഷമാണ് മനസ്സിൽ കൊണ്ടു നടന്നത്. അങ്ങനെ ഓരോ ചവിടും മുന്നോട്ട് വെച്ചു പോയത്. എന്നാൽ അന്ന് ആ പകയും വിദ്വേഷവും ഒന്നും മനസ്സിൽ കൊണ്ടു നടന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ഒരു ചുവട് പിന്നിലേക്കാകുമായിരുന്നു. എന്നാൽ ആ വിദ്വേഷവും പകയും ഒക്കെ ഉള്ളിൽ കൊണ്ടു നടന്നത് കൊണ്ട് ഒരു ചുവട് മുന്നിലേക്കായോ? അതുമില്ല. ഇപ്പോഴും ദാ ഇവിടെ തന്നെ എന്ന് ശാരദാമ്മ പറയുമ്പോ ഗോപാലകൃഷ്ണൻ പറഞ്ഞു, അങ്ങനെയല്ല ശാരദേ, ആ പകയും വൈരാഗ്യവും മത്സരബുദ്ധിയും ഒക്കെ മനസ്സിലുണ്ടായിരുന്നത് കൊണ്ടാണ് ദാ ഇന്ന് ഈ നിൽക്കുന്ന എന്റെ പൊന്നുമോള് അവൾ ഈ ഒരു പദവിയിലേക്ക് എത്തിച്ചേർന്നത്. അവളുടെ മനസ്സിൽ ആ മത്സരബുദ്ധിയും ആ ആഗ്രഹവും ആ പകയുമൊക്കെ മനസ്സിൽ കിടന്നത് കൊണ്ടാണ് ഇന്ന് എന്റെ മോൾക്ക് ഈ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത്. അതൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം, എന്നാലേ ഇതൊരു മനുഷ്യജന്മമായി മാറുകയുള്ളൂ എന്ന് ഗോപാലകൃഷ്ണൻ അറിയിച്ചു. എല്ലാം കേട്ട് അങ്ങനെ ശാലിനി ആകെ വിഷമത്തോടെ നിൽക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ പറഞ്ഞു, മോളെ, ഇനി കുറച്ചു ദിവസം മോളിവിടെ ഉണ്ടാകുമല്ലോ അല്ലേ? എനിക്ക് എന്റെ പൊന്നുമോള് ഇവിടെ കളക്ടറുടെ ആ കാറിൽ ഇവിടെ വന്ന് ഇറങ്ങുന്നത് കാണണമെന്ന് അച്ഛന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എന്റെ ഈ അവസ്ഥയിൽ എനിക്ക് അവിടെ വരാൻ കഴിഞ്ഞില്ല. പക്ഷെ അച്ഛൻ മനക്കണ്ണിൽ കണ്ടിരുന്നു എന്റെ മോളുടെ വരവ്. എന്തായാലും ഇനി അച്ഛന് പറയാവല്ലോ, എന്റെ പൊന്നുമോള് ഈ ജില്ല ഭരിക്കുന്ന കളക്ടറാണെന്ന ആ അധികാരത്തിലും അഹങ്കാരത്തിലും ഈ അച്ഛൻ ഇരിക്കാവല്ലോ എന്ന് പറഞ്ഞത് ശാലിനി പറഞ്ഞു, അതെ, കഴിഞ്ഞുപോയ പല കാര്യങ്ങളും ഞാൻ ഒന്നും ഓർത്തെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും ഇനി കുറച്ചുനാൾ ഞാൻ ഇവിടെ ഉണ്ടാകും. അങ്ങ് ഒറീസയിലും മസൂറിയിലുമൊക്കെ പഞ്ചാബിലുമൊക്കെയായി അലഞ്ഞു നടന്ന് മടുത്തു. അതുകൊണ്ട് കുറച്ചു കാലത്തേക്ക് ഞാൻ ഇനി ഇവിടെ കാണും എന്ന് പറഞ്ഞതും ഗോപാലകൃഷ്ണൻ പറഞ്ഞു, നല്ലതാ മോളെ, നീ ഈ നാട്ടിൽ ഉണ്ടാവുന്നത് എന്തുകൊണ്ടും ഞങ്ങൾക്കും ഈ നാട്ടിലുള്ളവർക്കും അത് വലിയൊരു ആശ്വാസവും അനുഗ്രഹവും ഒക്കെയാണ് എന്ന് ഗോപാലകൃഷ്ണൻ അറിയിക്കുമ്പോൾ അരികിൽ നിന്ന് സത്യഭാമ എന്ന ശാലിനിയുടെ മകളെ ചേർത്ത് പിടിച്ച് ഗോപാലകൃഷ്ണൻ മോൾക്ക് ഒരു ഉമ്മ കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, ഇനി ഇവിടെ തന്നെ ഉണ്ടാകുമല്ലോ അല്ലേ എന്ന് ചോദിച്ചു. ഉണ്ടാകുമെന്ന് ശാലിനി പറയുമ്പോഴേക്കും ഗോപാലകൃഷ്ണൻ എന്നാ അവരെ വിളിച്ചുകൊണ്ട് പൊയ്ക്കൊള്ളാനായി ശാരദയെ നോക്കി പറഞ്ഞു. ശാരദ അവരെ വിളിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോൾ വാദത്തിലേക്ക് എത്തിയ മോള് വീണ്ടും ഗോപാലകൃഷ്ണനെ ഒന്ന് നോക്കി. എന്താ കാര്യം എന്നറിയാതെ ഇരുവരും അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ മോള് വീണ്ടും ഗോപാലകൃഷ്ണന്റെ അരികിലേക്ക് എത്തി.
ഗോപാലകൃഷ്ണന്റെ കവിളത്ത് മുത്തശ്ശ വേഗം അസുഖമെല്ലാം ഭേദമാകട്ടോ എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണന് ഉമ്മ കൊടുത്തിട്ട് അവിടെ നിന്ന് ശാലിനിയോടൊപ്പം മോള് പോകുന്നു. ഗോപാലകൃഷ്ണൻ മോളെ നോക്കി ഒന്നുകൂടി ഒന്ന് പുഞ്ചിരിച്ചു. പിന്നീട് രാത്രിയിൽ വിഷ്ണുവിന്റെ അരികിലിരുന്ന പപ്പിയുടെ കയ്യിലെ വിരലുകളൊക്കെ നോക്കി വിഷ്ണു ചോദിച്ചു, ആഹാ, കയ്യിലെ നഖമൊന്നും വെട്ടിയില്ലായിരുന്നല്ലേ എന്ന് വിഷ്ണു ചോദിച്ചു. അപ്പോഴേക്കും കുഞ്ഞു പറഞ്ഞു, അതെ, ഇല്ല, പക്ഷേ വല്യച്ഛനെ ആ പോലീസുകാർ ഉപദ്രവിച്ചോ എന്ന് മോള് ചോദിച്ചപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു, ചെറുതായിട്ട്. അപ്പോഴേക്കും കുറച്ചു നേരത്തേക്ക് പപ്പി ആലോചിച്ചു. ഉടനെ തന്നെ വിഷ്ണു ചോദിച്ചു, മോളെന്താ ആലോചിക്കുന്നത്? അല്ല, വല്യച്ഛൻ ഹീറോയല്ലേ, ഹീറോയായതിന് ദുഷ്ടന്മാരിരിക്കുവോ എന്ന് ചോദിച്ചതും വിഷ്ണു പറഞ്ഞു, ആ, സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അങ്ങനെ ചെറുതായിട്ട് ഒരിടി മാത്രമേ ഉണ്ടായുള്ളൂ എന്ന് വിഷ്ണു അറിയിച്ചു. ഉടനെ പപ്പി ചോദിച്ചു, അല്ല, അപ്പൊ ഈ പോലീസുകാരെല്ലാവരും വില്ലന്മാരാണോ എന്ന് സംശയത്തോടെ മോള് ചോദിച്ചത് കേട്ട് വിഷ്ണു പറഞ്ഞു, എല്ലാരും ഒന്നുമില്ല, ചിലരൊക്കെ. അപ്പോഴേക്കും പപ്പി എന്തോ വലിയ കാര്യമായി അങ്ങനെ ആലോചിച്ചു. ഉടനെ ശ്യാമ അപ്പോഴേക്കും റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന് വിഷ്ണുവിന്റെ അരികിലിരിക്കുന്ന പപ്പി വരുന്നതും പ്രതീക്ഷിച്ച് അങ്ങനെ കാത്തു നിൽക്കുമ്പോ വിഷ്ണുവിനോട് പപ്പി പറഞ്ഞു, അയ്യോ, വല്യച്ഛൻ ഹീറോ അല്ലേ, അപ്പോ ഹീറോ വില്ലന്മാരെ അടിച്ചൊതുക്കിയല്ലേ വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു, ശരിയാ, വില്ലന്മാർക്കിട്ട് നമുക്ക് കൊടുക്കാം, സമ്മാനം കൊടുക്കാട്ടോ എന്ന് വിഷ്ണു പപ്പിയോട് പറഞ്ഞു. അപ്പോഴേക്കും പപ്പി പറഞ്ഞു, അതെ, എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടം എന്റെ വല്യച്ഛനെ അല്ലേ എന്ന് ചോദിച്ചതും പപ്പിയോട് വിഷ്ണു ചോദിച്ചു, അല്ല, എന്റെ പപ്പിമോൾക്ക് പനിയായിരുന്നല്ലോ, പനിയൊക്കെ പോയോ എന്ന് ചോദിച്ചതും ഉടനെ പപ്പി പറഞ്ഞു, ആ, വല്യച്ഛൻ മടങ്ങി വന്നപ്പോ എന്റെ പനി പോയി. വല്യച്ഛൻ ആ പോലീസുകാരെ പിടിച്ചോണ്ട് പോകുന്ന കണ്ടപ്പോഴാ പപ്പിമോൾക്ക് പനി വന്നത്. അത് വല്യച്ഛനെ പപ്പിമോൾക്ക് ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് വല്യച്ഛൻ തിരിച്ചു വന്നപ്പോ പപ്പിമോളുടെ പനിയും മാറി എന്ന് മറുപടി നൽകി. അത് കേട്ടതോടെ വിഷ്ണുവിന് വലിയ സന്തോഷമായി. ആണോടാ ചക്രമത്തെ, എന്നാ വല്യച്ഛന്റെ പൊന്നു മോളിങ്ങി വന്നേ എന്ന് പറഞ്ഞ് മടിയിലിരുത്തി പോലീസുകാർക്ക് തിരി കൊടുക്കുന്നതായിട്ട് വിഷ്ണു കാണിച്ചു. അത് കണ്ട് പപ്പിയും അതുപോലെയൊക്കെ ചെയ്യുന്നു. ഈ കാഴ്ച കണ്ടുകൊണ്ട് ശ്യാമ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ രോഹിത്ത് വാതുക്കലേക്ക് എത്തി. ശ്യാമ അതിശയത്തോടെ അങ്ങനെ നോക്കി നിൽക്കുന്ന കണ്ടതോടെ രോഹിത്ത് പതുക്കെ അരികിലെത്തി ശ്യാമയുടെ തോളത്ത് കെട്ടി ചോദിച്ചു, എന്താണോ താനിങ്ങനെ നിൽക്കുന്നത്? അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു, അല്ല, പപ്പി അവൾക്ക് കിടക്കാറായില്ലേ എന്ന് പറഞ്ഞത് രോഹിത്ത് പറഞ്ഞു, അയ്യോ, അല്ലെങ്കിലും മോള് വിഷ്ണു ബ്രോയുടെ അരികെ പോയി കഴിഞ്ഞാൽ എപ്പോഴും അവിടെ തന്നെയല്ലേ മോള്, അവർ തമ്മിൽ അത്രത്തോളം അടുപ്പല്ലേ ഉള്ളത്, പിന്നെ പലപ്പോഴും ബ്രോയുടെ കൂടെയല്ലേ മോള് കിടന്ന് ഉറങ്ങാറുള്ളത്, ഇന്നത്തെ ദിവസം അവളെ വിട്ടേക്ക്, പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വിഷ്ണു മടങ്ങി വന്നതല്ലേ ഉള്ളൂ, അതുകൊണ്ട് അവരവിടെ കഴിയട്ടെന്നേ എന്ന് പറഞ്ഞപ്പോ താൻ വാ, നമുക്ക് കിടക്കണ്ടേ എന്ന് പറഞ്ഞ് വേഗം രോഹിത്ത് ശ്യാമയെ വിളിച്ചു. ശ്യാമ അപ്പോഴും മോളെ തന്നെ നോക്കി അവിടെ അങ്ങനെ നിൽക്കുന്നത് കണ്ട് രോഹിത്ത് പറഞ്ഞു, എടോ, താനിങ്ങനെ നോക്കി നിൽക്കണ്ട, അത് അവരുടെ ലോകവാ, അത് താൻ ഇനി ശല്യപ്പെടുത്തണ്ട എന്ന് പറഞ്ഞ് രോഹിത്ത് റൂമിലേക്ക് കയറി. ഈ സമയത്ത് വിഷ്ണുവും പപ്പിയും കളിച്ച് ചിരിച്ച് അങ്ങനെ ആ റൂമിലിരുന്ന് അവർ വളരെയേറെ സന്തോഷിക്കുന്നത് കണ്ടത് ശ്യാമ കുറച്ചു നേരത്തേക്ക് വിഷ്ണുവിനെയും കുഞ്ഞിനെയും അങ്ങനെ നോക്കിയിരുന്നു. വിഷ്ണു അപ്പോഴേക്കും പപ്പിയോട് തന്റെ കവിളത്ത് ഉമ്മ തരാനായി ആവശ്യപ്പെട്ടതും പപ്പി വിഷ്ണുവിന്റെ കവിളത്ത് ഉമ്മ കൊടുത്ത് വിഷ്ണുവിന്റെ കൂടെ ഇരുന്ന് കളിച്ചു. ഈ സമയത്താണ് അവിടെ ശാലിനിയോടൊപ്പം കുടുംബശ്രീയില് ഉറങ്ങാനായി കിടക്കുന്ന സത്യഭാമ ശാലിനിയോട് ചോദിച്ചു, അമ്മേ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അമ്മയുടെ വീട്ടുകാരെ എല്ലാവരെയും കണ്ടല്ലോ, ഇനി അച്ഛന്റെ വീട്ടുകാരെയും കാണാൻ കഴിഞ്ഞില്ലല്ലോ, അവരെ എപ്പോ കാണാൻ പറ്റും അമ്മേ, അച്ഛനെ എപ്പോ കാണാൻ പറ്റും എന്ന് ചോദിച്ചതും ശാലിനി പറഞ്ഞു, കാണാം മോളെ. അപ്പോഴേക്കും വീണ്ടും മോള് ചോദിച്ചു, എപ്പോഴാ അമ്മേ, എപ്പോഴാ കാണുന്നത്? ഉടനെ തന്നെ ശാലിനി പറഞ്ഞു, മോളെ, നമുക്ക് ഉടനെ കാണാം. പിന്നെ മോള് ഈ ചോദിച്ചില്ലേ, അമ്മ പറഞ്ഞല്ലോ അമ്മമ്മയെയും ശാരികാമ്മയും ഒക്കെ കാണിച്ചു തരാന്ന്, അത് അമ്മ കാണിച്ചു തന്നില്ലേ, അതുപോലെ തന്നെ ഇനി മോളുടെ ആഗ്രഹം അമ്മ കാണിച്ചു തരും, ഒരിക്കൽ കാണിച്ചു തരും എന്ന് പറഞ്ഞതും ഉടനെ വീണ്ടും സത്യഭാമ ചോദിച്ചു, അല്ലമ്മേ, എന്നാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അമ്മ അച്ഛനെ എനിക്ക് കാണിച്ചു തരുമല്ലോ അല്ലേ, ഉറപ്പാണല്ലോ, എന്നാ മോൾ ഉറങ്ങിക്കോട്ടെ എന്ന് സത്യ ചോദിച്ചതും ഉടനെ ശാലിനി പറഞ്ഞു, തീർച്ചയായിട്ടും മോൾ ഉറങ്ങിക്കോ, അമ്മ പാട്ടുപാടി തരണോ എന്ന് ചോദിച്ചതും വേണ്ട, അമ്മ കഥ പറഞ്ഞു തരണോ, വേണ്ട എന്ന് വീണ്ടും മോള് മറുപടി നൽകി. ഈ സംസാരം കേട്ടുകൊണ്ട് ശാരദാമ്മ റൂമിലേക്ക് കയറി വന്നു. അപ്പോഴേക്കും
വീണ്ടും മോള് ഓരോ കാര്യങ്ങൾ ശാലിനി ചോദിച്ചത് കേട്ട് വേണ്ടെന്ന് മറുപടി പറഞ്ഞത്. എന്നാ മോൾ ഉറങ്ങുവാണേ എന്ന് പറഞ്ഞ് കണ്ണടച്ച് കിടക്കാൻ തുടങ്ങുമ്പോ മോള് പറഞ്ഞു, അറേ ഉറക്കത്തി സ്വപ്നത്തിലെങ്കിലും ഞാൻ അച്ഛനെ ഒന്ന് കാണാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് സത്യ ഉറങ്ങാൻ തുടങ്ങുമ്പോ സത്യയുടെ വാക്കുകൾ കേട്ട് മാറത്തിൽ നിന്ന് ശാരദാമ്മയ്ക്കും വിഷമമായി. ശാലിനിയെ പതുക്കെ മോളെ അങ്ങനെ തലോടിക്കൊണ്ട് അങ്ങനെ നിൽക്കുമ്പോ ശാരദാമ്മ കൊണ്ടുവന്ന വെള്ളം ആ ജഗ് ടേബിളിലേക്ക് വെച്ചു. ആ ശബ്ദം കേട്ട് ശാലിനി തിരിഞ്ഞു നോക്കിയതും ശാരദാമ്മ ചോദിച്ചു, ഉറങ്ങിയോ? അപ്പോഴേക്കും ശാലിനി പറഞ്ഞു, അവള് കണ്ണടച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറങ്ങുമമ്മേ. അത് കേട്ടതും ശാരദാമ്മ ചോദിച്ചു, കൊള്ളാം, അച്ഛനെ സ്വപ്നത്തിലെങ്കിലും കാണാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലുള്ള ഉറക്കമല്ലേ എന്ന് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു, അമ്മ അതെല്ലാം കേട്ടല്ലേ, ഇതൊക്കെ സ്ഥിരമായിട്ടുള്ളതാ അമ്മേ. ഇത്തരം ചോദ്യങ്ങളും ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളും ഒക്കെ സ്ഥിരമായിട്ട് പറയുന്നതാ. അപ്പോഴേക്കും ശാരദാമ്മ അരികിലേക്ക് ചെന്നിട്ട് ചോദിച്ചു, ഇരി മോളെ, നിനക്കൊന്ന് കാണണ്ടേ എന്ന് ചോദിച്ചതും ശാലിനി പറഞ്ഞു, വേണ്ടമ്മേ, അങ്ങനെ ഒരു കൂടിക്കാഴ്ച ഞാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാം വേണ്ടെന്ന് വെച്ച് ഇനി അങ്ങനെ ഒരു കൂടിക്കാഴ്ച വേണ്ടെന്ന് വിചാരിച്ചാണ് ഇവിടെ നിന്ന് പോയത്. അതുകൊണ്ടാണ് ഓരോ സ്ഥലത്തേക്കും, പഞ്ചാബിലേക്കും ഒറീസയിലേക്കും ഒക്കെ ഞാൻ മനഃപൂർവ്വം അവിടേക്കെല്ലാം ട്രാൻസ്ഫർ ചോദിച്ചു വാങ്ങിക്കുകയായിരുന്നു. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി, എൻ്റെ മനസ്സ് മാത്രം ഇവിടെ നിന്ന് എങ്ങോട്ടും പോയിട്ടില്ല എന്നുള്ള കാര്യം. അവസാനം ഇവിടുത്തെ വിശേഷങ്ങൾ അറിഞ്ഞ് ഞാൻ തന്നെയാണ് ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചോദിച്ചു വാങ്ങിച്ചത്. ഞാനിവിടെ വേണമെന്ന് എനിക്ക് തോന്നി. ഞാനിവിടെ ഇല്ല എങ്കിൽ വിഷ്ണുവേട്ടനെയും സത്യാമ്മയും ഒക്കെ ഒരു മുൾച്ചെടി പോലെ ഞെരിച്ച് അമർത്തുമെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ഇവിടേക്ക് ട്രാൻസ്ഫർ ചോദിച്ചു വന്നത് എന്ന് ശാലിനി അറിയിച്ചു. വിഷ്ണുവേട്ടന് ഒരു പോറൽ പോലും സംഭവിക്കരുത്, അതാണ് എൻ്റെ ആഗ്രഹം. ഈ നാട്ടിൽ വിഷ്ണുവേട്ടൻ ഉണ്ടല്ലോ, ഈ നാട്ടിലൊക്കെ വിഷ്ണുവേട്ടന്റെ കാൽപ്പാടുകൾ പതിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വിഷ്ണുവേട്ടൻ ശ്വസിക്കുന്ന വായു എനിക്കും ശ്വസിക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ വിഷ്ണുവേട്ടൻ നനയുന്ന മഴ ഞാനും നനയുന്നു. അങ്ങനെ ആ സന്തോഷമൊക്കെ മതിയമ്മേ എനിക്ക്. അതിൽ കൂടുതലൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അമ്മ മുമ്പ് പറഞ്ഞത് ശരി തന്നെയാണ്. സ്നേഹത്തിനും അതുപോലെ തന്നെ ആഗ്രഹങ്ങൾക്കും വേണ്ടി പലപ്പോഴും വാശി പിടിക്കുകയും അതിനുവേണ്ടി നെട്ടോട്ടമോടുകയും അതുപോലെ തന്നെ തൻ്റെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനായി പകയോടെയും ദേഷ്യത്തോടെയും ഓരോന്നും കാണുകയും ചെയ്യുകയും ഒക്കെ ചെയ്ത ആ ശാലിനി എന്നെ ഇല്ലാതായി കഴിഞ്ഞു. ഇപ്പോ വെറും ഒരു മരവിപ്പ് മാത്രമാണമ്മേ. ഇപ്പോ ഒന്നിനെക്കുറിച്ചും ഒരാഗ്രഹവും ആദ്യം ഒന്നുമില്ല എന്ന് ശാലിനി ശാരദാമ്മയോട് പറയുമ്പോൾ ശാരദാമ്മ വിളിച്ചു, മോളെ എങ്ങനെയാടി എന്ന് പറയുമ്പോൾ ശാരദാമ്മയോട് ശാലിനി പറഞ്ഞു, അമ്മേ, അമ്മ പോയി കിടന്നോളൂ. ഉടനെ ശാരദാമ്മ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങുമ്പോൾ ശാലിനിയെ വിഷമത്തോടെ ശാരദാമ്മ ഒരിക്കൽ കൂടി നോക്കി. ശാരദാമ്മയുടെ ആ നോട്ടം കണ്ട് ശാലിനി ഒന്നും മിണ്ടാതെ വിഷ്ണുവിന്റെ കാര്യത്തിൽ ശാരദാമ്മ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകാത്തതിന്റെ വിഷമത്തിൽ ശാലിനി അങ്ങനെ കുഞ്ഞിനരികിൽ വിഷ്ണുവിനെ കുറിച്ച് ഓർത്തിരിക്കുമ്പോൾ വിഷ്ണു തന്റെ അരികിൽ കിടന്നുറങ്ങിയ പപ്പിയെ തലോടിക്കൊണ്ട് ശാലിനിയെക്കുറിച്ചുള്ള ഓർമ്മകളിൽ മുഴുകി വിഷ്ണു ഇരിക്കുന്നു.